17.6 കിലോമീറ്റർ മൈലേജ്, അതും 1562 കിലോമീറ്റർ. അതും മാരുതിയുടെ XL6 എന്ന് പറഞ്ഞ 6 സീറ്റർ വണ്ടിക്ക് കേട്ടോ ഈ 17.6 കിലോമീറ്റർ മൈലേജ് കിട്ടിയത്. രാവിലെ തന്നെ ബൈപ്പാസിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല മഴയത്ത് ഇങ്ങനെ വണ്ടി എടുത്ത് ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ വഴിയിൽ വണ്ടികളൊക്കെ തീരെ കുറവാട്ടോ. അപ്പോൾ നമ്മൾ നല്ല സമാധാനപരമായിട്ട് സെൻട്രൽ ലൈൻ പിടിച്ച് ഇങ്ങനെ പോകും കേട്ടോ. നമ്മൾ ഏകദേശം 80 കിലോമീറ്റർ ചവിട്ടെ സെൻട്രൽ ലൈൻ പിടിച്ചാണ് പോകുന്നത്. അതാ സേഫ് കേട്ടോ. ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്പീഡ് ട്രാക്കിൽ കയറും. അങ്ങനെ നമ്മളൊരു 158 കിലോമീറ്റർ ഒക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. NH ആയതുകൊണ്ട് ഹോട്ടലുകളൊക്കെ തീരെ കുറവാട്ടോ. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ടാറ്റയുടെ നെക്സോൺ EV ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. സംഭവം ഏതായാലും കൊള്ളാം. ഫുഡ് കഴിക്കാൻ നേരത്ത് ചാർജ് ആക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് നേരെ വിട്ടു എറണാകുളത്തിലേക്ക്. ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് ഫുള്ള് ഈയാൻ പാറ്റാന്ന് പറയും. വഴി നിറച്ച് ഈയാൻ പാറ്റായിരുന്നേ. ദേ ഈ കാണുന്ന വീഡിയോ നമ്മൾ വരുന്ന വഴിക്ക് കിട്ടിയത് കേട്ടോ. ഈ മുന്നിൽ പോകുന്ന ആൾട്ടോക്കാരൻ ഒന്നും നോക്കാണ്ട് റൈറ്റ് ട്രാക്കിലേക്ക് നേരെ അങ്ങെടുത്തു. എൻ്റെ നേരെ പുറകിൽ അത്യാവശ്യം സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന പോളക്കാരൻ കറക്റ്റ് സമയത്ത് ചവിട്ടി നിർത്തിക്കൊണ്ട് ഒന്നും പറ്റിയില്ല. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വൈപ്പർ ഫ്ലൂയിഡിന് അത്യാവശ്യം നല്ല ചിലവുണ്ടേ. അങ്ങനെ ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ തിരിച്ച് ഫുഡും കഴിച്ച് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെയാണെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അതൊരെണ്ണം പറഞ്ഞ് നേരെ വണ്ടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ആണെങ്കിലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. എന്നാലും സ്കൈ നല്ല ക്ലിയർ ആകട്ടോ. ഭാരത് ബെൻസിൻ്റെ ഒരു ട്രക്കിൻ്റെ പുറകിൽ എഴുതിയേക്കുന്നതാണ് യു ആർ ഫോളോയിങ് ദ മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻറ്റ് ട്രക്ക്. അങ്ങനെ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയപ്പം ഏകദേശം 17.6 കിലോമീറ്റർ മൈലേജ്, അതും 1562 കിലോമീറ്റർ ആവറേജ് ഓടിച്ചിട്ട്. അങ്ങനെ ഒരു 5 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. നമ്മുടെ പൂച്ചകളുണ്ട് ഭയങ്കര സ്നേഹപ്പെടണം. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ മെല്ലെ ജിമ്മിൽ പോയി. ഇന്ന് ലെഗിനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെയായിരുന്നു ലെഗിന് കളിക്കേണ്ടത്. പക്ഷേ ട്രിപ്പ് പോകുന്നതുകൊണ്ട് ഞാൻ ലെഗ് ഒഴിവാക്കി. അങ്ങനെ ലെഗൊക്കെ കളിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ട് നല്ല ഉഗ്രൻ ചക്കയും ഐക്കൂറൊക്കെ കറി. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല നെയ്മീൻ കഷ്ണം ഞെക്കിപ്പീച്ചെടുത്ത് ചക്ക കൂട്ടി നല്ല പടപടിച്ചു. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.